അപ്പോൾ ഇത് കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റൂ. കണക്ഷൻ കൊടുത്ത് അടിച്ചിരുന്നല്ല. ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് സോളാർ വയ്ക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുമെങ്കിൽ അതും കൂടെ നല്ലല്ലേ. അപ്പോൾ എന്തായാലും ടെറസിൻ്റെ വണ്ടിയിൽ ആ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം. വലിയ വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കണ്ടോ. അപ്പം ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും വീടിൻ്റെ മുകളിൽ സോളാർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എത്ര റേറ്റായെന്ന് കാണിച്ചു തരാം, പിന്നെ അതിൻ്റെ ഉപയോഗം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നേരെ മുകളിൽ പോവാം. അപ്പോൾ എന്തായാലും വീഡിയോ തുടങ്ങാൻ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലോട്ട് പോകാം. പക്ഷെ ഇപ്പം വീടിൻ്റെ മണ്ടൊക്കെയാണ്, എന്ന് വെച്ചാൽ മുകളിലാണ് സോളാർ വെച്ചിട്ടുള്ളത്. ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ച് ഇങ്ങോട്ട് തള്ളിയാണ് നിൽക്കുന്നുണ്ടോ, ഈ സൈഡുണ്ടോ. കൊള്ളാം, ഷീറ്റിട്ടോളം ഉണ്ട്, പക്ഷെ വെള്ളം വീഴുന്നുണ്ട്. അത് കുറച്ച് മേളിലോട്ട് കയറ്റി വയ്ക്കണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും മേളിലോട്ട് കയറി പോവാം. ഇന്നലെ കുറച്ച് പാടുപെട്ടാണ് നമ്മൾ കയറിയത് അവർ, കാരണം മുകളിൽ പടിയില്ല. അപ്പോൾ അവർ ഏണിയൊക്കെ വെച്ചാണ് കയറിയത്. നമുക്ക് ഏണിയിലൊന്നുമില്ല, നമ്മൾ എക്സ്പേർട്ടാണല്ലോ. സോ നമുക്കിത് ചാടി കയറിയൊക്കെ പോവാം. അവർ ഏണിയൊക്കെ വെച്ചാണ് കയറിയത്. നമുക്ക് ഇതുവഴി കയറി ഇങ്ങനെ കയറി മേളിൽ പോയി കാണിച്ചു തരാം. പക്ഷേ ഇതാണ് വീണ്ടും മണ്ടയ്ക്ക് വെച്ചിരിക്കുന്ന സോളാർ. അവിടെ ഒരു ആൻറ്റിനയൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ സംഭവം എന്തോ. പക്ഷേ ഷീറ്റ് ഇട്ടോലെ ഉണ്ട്. ഇതൊരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, കയറി വന്നതിൻ്റെ കിതപ്പ് വരട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്രൂ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വീട്ടിൽ ചെയ്യുമെന്ന് അറിയില്ല. പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊക്കെ ഇപ്പം ചെയ്തതാണോ? ഇന്നലെയാണ് വെച്ചത്. ഇവിടെ പടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറാമോ എന്നൊന്നും എനിക്കറിയില്ല. കുലുങ്ങുന്നുണ്ടോ? ഇല്ല കേട്ടോ. കയറി നോക്കാം. ഇടിഞ്ഞു വീഴുന്ന ശരിയാക്കും. ഇതാണ് സോളാറിൻ്റെ ടോപ്പ് കേട്ടോ. കൊള്ളാമല്ലേ? അപ്പോൾ ഇത് കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റൂ. കണക്ഷൻ കൊടുത്ത് അടിച്ചിരുന്നല്ല. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ ടോപ്പ് മൊത്തം 6 പാനലാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 3 ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ 6 പാനലിന് 1 1 1 1 1 1 അങ്ങനെ പെയറായിട്ട് 3 എണ്ണം എന്തോ സെറ്റപ്പാണ്. അങ്ങനെ എന്താണ്. അപ്പം ഈ സൈഡ് ഷീറ്റ് ഇട്ട പോലെ ഇരിപ്പുണ്ടല്ലേ. നമ്മൾ ടോപ്പിൽ കയറി നിൽപ്പുണ്ട്. ഇതാണ് സോളാറിൻ്റെ പാനൽ. കണ്ടോ, കൊള്ളാം, നല്ല പൊക്കത്തിലാണുള്ളത്. സാധാരണ വീടിൻ്റെ ടെറസിനെക്കാട് നല്ല പൊക്കത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പാനലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത് വന്നാൽ എത്ര ലക്ഷം രൂപയായി? കുറച്ച് ലക്ഷം എന്തായാലും ആയി. അപ്പോൾ എത്ര ലക്ഷം രൂപയെന്ന് കാണിച്ചത്. അവിടെ ഒരു ആൻറ്റിനയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിന തന്നെ ഇത് അതോ ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് റൂമിൻ്റെ മുകളിൽ വയ്ക്കാനായിരുന്നു. പക്ഷേ അവരുടെ ഡയറക്ഷൻ ഇവിടെ ആയിരിക്കും. കാരണം എൻ്റെ വീടിൻ്റെ മുകളിൽ വെച്ചിരുന്നെങ്കിൽ, എൻ്റെ റൂമിൻ്റെ മുകളിൽ വെച്ചിരുന്നെങ്കിൽ ചൂട് കുറയായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും സൂക്ഷിച്ചടക്കണം. ഇതിൽ സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ല എന്തോ അറിയില്ല, വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് പാനൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയാം, പിന്നെ ഉപയോഗം പറഞ്ഞുതരാം. പതിയെ താഴെ ഇട്ടിറങ്ങാം, അതാണ് ബെറ്റർ. ഇരുണ്ട് കിടക്കുകയാണ്, മഴ വരും. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ പറയാമല്ലേ, ഇവിടെ ഇരിക്കുന്നില്ല, ഇവിടെ നിന്ന് തന്നെ പറയാം. അപ്പോൾ ഏകദേശം 2.75 2.5 ലക്ഷം രൂപയായി ഈ സംഭവം ചെയ്യാൻ വേണ്ടി. മൊത്തം 6 പാനലാണ് കൊണ്ടുവന്നത്. 3 പേരായിട്ട് എന്തോ ആണ്. 2.5 ലക്ഷം ആയിട്ടുണ്ട്. പിന്നെ 75,000 രൂപ എന്തോ തിരിച്ചു തരുമെന്നെന്തൊക്കെയാണ് പറഞ്ഞത്. എന്തോ സബ്സിഡിയോ അങ്ങനെ എന്തോ ആണ്, തിരിച്ചു തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല എന്താ സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ സംഭവങ്ങൾ. സോളാർ പാനൽ ഇവിടെ കറണ്ട് ബില്ല് ഏകദേശം 10,000-ന് പുറത്ത് പറഞ്ഞിട്ടുണ്ടോ. അതുകൊണ്ട് ഇത് വെച്ചില്ലെങ്കിൽ പണിപാടാം. അതുകൊണ്ടാണ് സോളാർ വയ്ക്കേണ്ട ഇത് കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെ അവിടെയും ഒരു 5,000-നൊക്കെ പുറത്ത് വരണമെങ്കിൽ സോളാർ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ് സോളാർ. കാരണം നമ്മൾ 6 പാനലോ 6 പേരെന്തോ എടുത്തു കഴിഞ്ഞാൽ 5 പേരെന്തോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവർ കറണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ച് കറണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പൈസ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഇതിന് തിരിച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിന് ഉപയോഗിച്ചാലേ അറിയൂ. തിരിച്ച് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ അതോ ഇങ്ങോട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇനിയിപ്പം എൻ്റെ റൂമിൽ AC ഒക്കെ വയ്ക്കാം. കറണ്ടിന് ക്ഷാമമില്ലല്ലോ, അതായിരിക്കും പരിപാടി. എന്തായാലും ഈ ചൂടത്ത് ഇതൊക്കെ സേഫ് ആയിരിക്കും. പക്ഷെ നമുക്ക് പതി താഴെ ഇറങ്ങിയാലേ നേരെ പറയാൻ പറ്റും. താഴെ ഇറങ്ങുമ്പോഴേക്കും ഇതൊക്കെ ഇടിഞ്ഞു വീണു. ജസ്റ്റ് താഴെ ഇറങ്ങി ഉണ്ട്. ഇവിടെ ഒരു മറ പോലെ. ഇപ്പം ഇതിൻ്റെ അടിയിൽ നിന്നാലും മഴ നനയില്ല. അപ്പോൾ കൊള്ളാം, മഴ നനയാതെ കുറച്ച് നേരമൊക്കെ മഴ വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് 2.5 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ നിങ്ങളൊരു ഇൻവെർട്ടറും കൂടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, അതിന് ഉടനെ വാങ്ങിക്കുമെന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കാര്യം മൊത്തം 5 പേരെന്തോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ കറണ്ട് വരികയാണെങ്കിൽ അത് അവിടെ KCB അവരെടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് പൈസ തരും. അങ്ങനെ എന്തോ ചെയ്യും. ഇതിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കാര്യം വയ്ക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ കറണ്ട് എത്ര രൂപ ആവുമെന്നോ എങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ രാത്രി കറണ്ട് പോകണമെങ്കിൽ എല്ലാം അടിച്ചു പോകും. എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവം എന്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ KCB ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ലക്ഷം രൂപയാണ് ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കറണ്ട് ബില്ലാവുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും. ഇവിടെ തന്നെ 10,000 രൂപ ആവുമെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ ഇതൊക്കെ അടച്ച് തീരും. എന്ന് വെച്ചാൽ മാസം 10,000 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ തന്നെ 16 മാസം തന്നെ 1,60,000 രൂപ, 1,50,000 രൂപ മതി. ബാക്കി 75,000 രൂപ തിരിച്ച് കിട്ടും. അങ്ങനെ എന്തൊക്കെയാണ്. അപ്പം 1.5 വർഷം കൊണ്ട് തന്നെ അടച്ചു തീരും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ അടയ്ക്കേണ്ടല്ലോ, പിന്നെ കറണ്ടൊന്നും അടയ്ക്കേണ്ട, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം കൊള്ളാം, സോളാറിൻ്റെ പരിപാടി കൊള്ളാം.
എന്തായാലും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ക്രൂ ചെയ്യാനൊക്കെ വരുമെന്നൊന്നും അറിയില്ല. എന്തായാലും പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മഴയത്ത് നമുക്ക് ഇവിടെയൊക്കെ കയറിയിരിക്കാം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ അങ്ങോട്ട് കുറച്ച് ഓവറായിട്ട് തള്ളി കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നീക്കി വയ്ക്കുമെന്നാണ് തോന്നുന്നത്. എന്നാൽ കറക്റ്റ് ഇതെങ്ങനെ ക്ലോസ് ആയി വരും, ഒറ്റ ഷീറ്റ് വരെ കിടക്കും. ഇവിടെ ഒന്ന് അടിയിരിക്കാം. ഇവിടെ അടിയിരിക്കാൻ പറ്റുമോ എന്തോ, കാരണം കറണ്ടിൻ്റെ അല്ലേ, എനിക്ക് അറിഞ്ഞൂടെ സീനുണ്ടാവുമായിരിക്കുമോ, അതൊന്നും കാണൂലായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് സോളാറിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ടെറസിൻ്റെ മണ്ടയിൽ ഈ സംഭവം വന്നു. അപ്പോൾ ഇനി ഷീറ്റിലാരും നടക്കില്ല. ഇവിടെ ഇത്രയും ഷീറ്റിലാണെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു, പക്ഷെ അതൊന്നും നടക്കില്ല. ഇനി റംബൂട്ടാനൊക്കെ പൂത്ത് കുലച്ച് നിൽപ്പുണ്ട്, കുലച്ചില്ല, പൂത്ത് നിൽപ്പുണ്ട്. ഇതിലൊക്കെ വന്നിട്ട് വേണം കഴിക്കാൻ. മാങ്ങയൊക്കെ ഉണ്ടോ, അടിപൊളിയല്ലേ. മാങ്ങയൊക്കെ നല്ല സെറ്റപ്പായിട്ട് നിൽപ്പുണ്ട്. ഒരെണ്ണം പഴുത്ത ഇല്ല, അത് വാടിയതാണ്. അപ്പോൾ കുറേ മാങ്ങയൊക്കെ താഴെ നിൽപ്പുണ്ട്. നല്ല റംബൂട്ടാൻ ഉണ്ട്. ഇതെന്തായാലും ഒരു 2-3 മാസത്തിനകത്ത് ഇതൊക്കെ അങ്ങ് സെറ്റപ്പ് ആകുമെന്നാണ് തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് മാങ്ങയൊക്കെ ഞാൻ അടത്തു, അതിന് അച്ചാറൊക്കെ ഇട്ട് ഞാൻ കഴിച്ചു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, കരിക്കുണ്ടോ? കരിക്ക് തേങ്ങയായി കേട്ടോ, കരിക്ക് അടക്കാതെ തേങ്ങയായി. പിന്നെ ആ ടാങ്കിനകത്ത് ഇപ്പം കുഞ്ഞു മീനുകളൊക്കെ ഉള്ളൂ. അലിഗേറ്റർ കയറി ഞാൻ സെയിലടിച്ചു. അതിന് തീറ്റയൊന്നും കൊടുക്കാതെ ഞാൻ പിന്നെ അതിനങ്ങ് പതിയെ സെയിലടിച്ചു. വെറുതെ എന്തിനാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിനെ ഞാൻ അങ്ങ് കൊന്നു. കൊന്നില്ലല്ലോ, സെയിലടിച്ചു. പിന്നെ ഈ മാവിലും പണ്ട് നല്ല മാങ്ങ കായ്ക്കുമായിരുന്നു. ഇപ്പോൾ ഈ വർഷം എന്തോ കാച്ചില്ല എന്ന് തോന്നുന്നത്. കുറച്ചെന്തോ നിൽപ്പുണ്ട്, പൂക്കുന്നുണ്ട്. പൂക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കായ്ക്കും. പിന്നെ പൂവൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ ഇപ്പോൾ കായ്ക്ക് വരും. ഇടയ്ക്കൊക്കെ 1-2 നിൽപ്പുണ്ട്. ഇതിലും മുളക് ഉപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങയാണ് ആ സംഭവം. പിന്നെ ഇത് നമ്മളുടെ ചിക്കൂസ്, റംബൂട്ടാൻ, എന്തായത് സപ്പോട്ട. അപ്പോൾ അതും ഇങ്ങോട്ട് വലിച്ച് കിട്ടണം, അപ്പോൾ ഇങ്ങോട്ട് നടക്കാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. പിന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, മാവ്, താഴെ കുളമില്ലല്ലോ, ടാങ്ക്, ഇതൊക്കെയാണ് നമ്മുടെ ടെറസിലെ വിശേഷങ്ങൾ. അപ്പം സോളാർ വെച്ചുണ്ടല്ലോ ഈ കാണുന്നുണ്ടോ, കൊള്ളാമല്ലേ. എന്തായാലും നമുക്ക് വേറെ ശല്യമൊന്നുമില്ല, അവിടെ തന്നെ ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഇതിൻ്റെ കറണ്ട് എത്ര രൂപയാവുമെന്നും ഇതൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായോ? മനസ്സിലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് വെച്ചത് 2.5 ലക്ഷം രൂപയ്ക്കാണ്. ആ 75,000 അവർ തിരിച്ച് തരും. അത് സബ്സിഡി എന്നെന്താ പറയും, അത് തിരിച്ച് തരും. ഇപ്പോൾ കറണ്ട് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാം. അപ്പോൾ അവർ പൈസ ഇങ്ങോട്ട് തരും. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറയാം. എന്തായാലും ഇത് 3 പെയറാണ് എന്നോ അങ്ങനെ എന്തോ ആണ്. മൊത്തം 6 പാനലുണ്ട്. 5 പാനൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചാർജ് കിട്ടും. അപ്പോൾ കൂടുതൽ പൈസ നമുക്ക് KCBയിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൽ ഇൻവെർട്ടറും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും വെച്ച് നമുക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കറണ്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് കറണ്ട് പോകുമ്പോൾ ഇൻവെർട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ കറണ്ട് കിട്ടും. UPS, കമ്പ്യൂട്ടർ UPSൻ്റെ പരിപാടികൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് സോളാറിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ. പിന്നെ ഈ ഒടുക്കത്തെ വെയിലിൽ ഇത് വളരെ മനോഹരമായ സാധനമാണ്. കറണ്ട് ബിൽ ഓവറായിട്ട് വരണവർക്കൊക്കെ ഇത് വെച്ചാൽ ഗുണമായിരിക്കും. ചിലവരൊക്കെ വിചാരിക്കും ഒരുപാട് പൈസ ആവില്ലെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുമല്ല, 2 വർഷത്തിൽ അടച്ചു തീരുകയും ചെയ്യും. അത് പോയിട്ട് നമുക്ക് പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കണ്ടല്ലോ. പിന്നെ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പൈസ കൂടുതലാവണവർക്കൊക്കെ കുറച്ച് നല്ലതാണ് സോളാർ എന്ന് പറഞ്ഞ സാധനം. ഒരു 5,000-ന് പുറത്തൊക്കെ പറഞ്ഞവർ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഗുണമുണ്ട്. 1000 രൂപയൊക്കെ ആണെങ്കിൽ വലിയ ലാഭമില്ല. എന്ന് വെച്ചാൽ കുറേ വർഷം എടുക്കില്ല. 1.5 ലക്ഷം രൂപ അടച്ചു വരണമെങ്കിൽ ഒരു 15 മാസം എടുക്കും. 150 മാസം എടുക്കില്ല 1000 രൂപയ്ക്ക് ബില്ല് വരണവരാണെങ്കിൽ. അത്രയൊന്നും ലാഭമില്ല. ഒരു 10,000 ഒക്കെ വെച്ച് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോലത്തെ അവസ്ഥയാണെങ്കിൽ ലാഭമാണ്, ഭയങ്കര ലാഭമാണ്. 1.5 വർഷം കൊണ്ട് ഇതിൻ്റെ കടമൊന്നുമല്ല, ഇതിൻ്റെ ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കുന്ന പോലെ മനസ്സിൽ കൂട്ടി അങ്ങ് എടുക്കുക. ബാക്കി നമുക്ക് കറണ്ട് ബില്ല് ഇല്ലാതെ ജീവിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് പണിയൊക്കെ ഉണ്ടെന്നാണ്, കാരണം ഇതൊക്കെ കണക്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ജസ്റ്റ് ഇരിട്ടേം ചെയ്തു, അതുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് സോളാർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ്. എന്തായാലും പുതിയൊരു വീഡിയോ ഇരുന്നിട്ട് എല്ലാവർക്കും ബൈ. ഈ സാധനം എന്ന് പറഞ്ഞാൽ ആൻറ്റീനല്ല കേട്ടോ. ഈ ഇടി വെട്ടുമ്പോഴൊക്കെ ലൈറ്റ്നിങ് ഉണ്ടല്ലോ, ആ സംഭവം നേരെ ഇങ്ങനെ താഴെ എത്തിക്കാനുള്ള സംഭവം എന്താണ്, അല്ലാതെ ആൻറ്റീന ഇല്ല കേട്ടോ. അതിപ്പോൾ കൂട്ടുകാരെ വന്നപ്പോഴാണ് അറിഞ്ഞത്. കൊള്ളാമല്ലേ, കൊള്ളാം.